നമസ്കാരം, ഡിവൈൻ അസ്ട്രോ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ദിവസവും മണിക്കൂറോളം സമയം ചെലവഴിക്കുന്ന ഒരിടമുണ്ട്. അത് നിങ്ങളുടെ ഓഫീസ് ടേബിൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനും ജോലി ചെയ്യാനും ഉപയോഗിക്കുന്ന നിങ്ങളുടെ വർക്ക് ഏരിയയാണ്. നിങ്ങളുടെ ഈ ഒരു ടേബിളിന് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഈ ടേബിളിന് പറയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം, എന്തൊക്കെ ഒരിക്കലും വെക്കാൻ പാടില്ല, എങ്ങനെ നിങ്ങളുടെ ടേബിൾ ഒരു പോസിറ്റീവ് എനർജി സോഴ്സ് ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ആദ്യം നിങ്ങളുടെ ടേബിളിൽ എന്തൊക്കെ വെക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ടേബിളിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അതൊരു ബാംബു പ്ലാന്റ് ആണ്. എന്തിനാണ് ഈ ഒരു കുഞ്ഞൻ ബാംബു ചെടി എന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും അല്ലേ? ഇതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ബാംബു ചെടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാവോ? അതൊരു ഗ്രോത്തിനെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെയും കരിയറിലെയും വളർച്ചയെ. ബാംബു എങ്ങനെയാണ് വളരുന്നത്? വളരെ വേഗത്തിലും നല്ല കരുത്തോടെയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും നല്ല ഒരു വേഗത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ ബാംബു നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ചില ബാംബു ചെടികൾ നമ്മൾ വെള്ളത്തിലാണ് വളർത്താറുള്ളത് അല്ലേ? വെള്ളത്തിൽ വളരുന്ന ഈ ബാംബു ചെടികൾ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഒരുപോലെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരുപാട് ചലഞ്ചേഴ്സ് വരും. ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. അതായത് ഒരുപാട് കടുംപിടുത്തം കാണിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും അല്ലേ? ഒരു പുഴ ഒഴുകുന്നത് പോലെ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളുടെ ടേബിളിൽ ഒരു ബാംബു പ്ലാന്റ് വെക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ പച്ചപ്പ് കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് പോസിറ്റീവ് വൈബ് തരും അല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ടേബിളിൽ എന്തായാലും വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ചെറിയ ഓഫീസ് ടേബിൾ ക്ലോക്ക്. ഇതെന്തിനാണ്? എങ്ങനെ വെക്കണം എന്നതിനെക്കുറിച്ചൊരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. ഈ ഒരു ക്ലോക്ക് വെക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളുകൾക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അത് വെക്കേണ്ടത്. എന്തിനാണെന്നോ? ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ സമയം എത്രയായി എന്ന് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും അറിയാൻ കഴിയണം. ഈ ഒരു ക്ലോക്ക് വെറും ഒരു സമയം കാണിക്കുന്ന ഉപകരണം മാത്രമല്ല. നമ്മൾ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും സമയം കാണാൻ കഴിയുമ്പോൾ ഒരുതരം കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്തെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വെറുതെ സമയം കളയാതെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ചെറിയൊരു ക്ലോക്ക് ആണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. ഇനി ഒരു സൂപ്പർ ടിപ്പ് പറയാം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡെസ്കിൽ നിന്നും സാധനങ്ങൾ എടുക്കുമ്പോൾ പരമാവധി ഇടത് കൈയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ വലത് കൈയല്ലേ ഉപയോഗിക്കുന്നത്, എനിക്ക് ഇടത് കൈ കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന്. ശരിയാണ്, നമ്മളിൽ ഭൂരിഭാഗം പേരും വലത് കൈയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? എന്നാൽ നമുക്ക് 2 കണ്ണുകളുണ്ട്, 2 ചെവികളുണ്ട്, 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്. നമ്മൾ കാലുകൾ രണ്ടും ഒരുപോലെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? കണ്ണുകൊണ്ട് ഇടതുഭാഗവും വലതുഭാഗവും ഒരുപോലെയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ കൈകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ലേ? നമ്മൾ ജോലിക്ക് ഉപയോഗിക്കുന്ന കൈയാണ് സാധാരണ വലത് കൈ കൂടുതൽ പ്രവർത്തിക്കുന്നത് അല്ലേ? മറ്റേ കൈ, ഇടത് കൈ അത്ര ഉപയോഗിക്കാറില്ല. അതത്ര ശരിയായ രീതിയല്ല. കാരണം നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ തലച്ചോറിന്റെ വലതുഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ തലച്ചോറിന്റെ ഈ ഒരു ഭാഗം നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇൻഡ്യൂഷൻ, ഇമോഷണൽ ബാലൻസ് എന്നിവയെല്ലാം കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇടത് കൈ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഭാഗത്തെ കൂടുതൽ ആക്റ്റീവാക്കാൻ സഹായിക്കും.
ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഇരുഭാഗത്തെയും ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ, എൻ്റെ പേന വെച്ചിരിക്കുന്നത് എൻ്റെ ടേബിളിൻ്റെ ഇടതുവശത്താണ്. അപ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈ കൊണ്ട് എഴുതുന്നു. അതുപോലെ ഇങ്ങനെ ഇടത് കൈ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് ഒരു തരം വർക്കൗട്ട് പോലെയാണ്. ഇത് നിങ്ങളുടെ ചിന്തകളെയും കാര്യക്ഷമതയെയും വളരെയധികം സ്വാധീനിക്കും. ഒരു ചെറിയ മാറ്റം പക്ഷേ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി അടുത്തതായി, നിങ്ങൾ കത്രികയോ പേപ്പർ കട്ടറോ മറ്റു മൂർച്ചയുള്ള വസ്തുക്കളോ നിങ്ങളുടെ ടേബിളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക: അവയുടെ മൂർച്ചയുള്ള ഭാഗം എപ്പോഴും താഴേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിനൊരു സൈക്കോളജിക്കൽ വശം കൂടിയുണ്ട്. മൂർച്ചയുള്ള വസ്തുക്കൾ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത് ഒരുതരം ഭയമോ അസ്വസ്ഥതയോ ഉണ്ടാക്കും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പേനയുടെയോ മറ്റു മൂർച്ചയുള്ള വസ്തുക്കളുടെയോ മുന അവരുടെ നേർക്ക് തിരിച്ചു വെച്ചാൽ അവർക്കൊരു സുഖമില്ലായ്മ തോന്നും, അല്ലേ? അതുപോലെ നമ്മുടെ ടേബിളിന് മുകളിൽ ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അതുകൊണ്ട് അവയുടെ മൂർച്ചയുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെക്കുന്നത് സുരക്ഷിതത്വവും ഒപ്പം നല്ലൊരു അന്തരീക്ഷവും സൃഷ്ടിക്കും. ഇത് ഒരു ചെറിയ കാര്യം പോലെ തോന്നാമെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഇനി അടുത്തതായി, നമ്മുടെ ലാപ്ടോപ്പും ഫോണുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ലാപ്ടോപ്പോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചാർജ് ചെയ്ത ശേഷം ചാർജർ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. ചാർജ് ചെയ്ത ഉപകരണങ്ങൾ എപ്പോഴും ചാർജറിൽ ഘടിപ്പിച്ച് വെക്കുന്നത് അത്ര നല്ലതല്ല. ഇത് ചുറ്റുമുള്ള ആളുകൾക്ക് അത്ര നല്ല പോസിറ്റീവ് എനർജി നൽകില്ല. എപ്പോഴും കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അതൊരു തരം ഊർജത്തെ വലിച്ചെടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ടേബിളിൽ ഒന്ന് നോക്കൂ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടേബിൾ എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ടേബിൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ടേബിളിൽ ഒരുപാട് ക്ലട്ടർ ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പിച്ചോളൂ: അത് നിങ്ങളുടെ ജീവിതത്തിലും കൂടുതൽ ക്ലട്ടർ ആകർഷിക്കും. അതുപോലെ തന്നെ ഒരുതരം അലസതയും ആകർഷിക്കും. നിങ്ങളുടെ മുഴുവൻ ജീവിതവും ചിലപ്പോൾ ദുസ്സഹമായി തോന്നിയേക്കാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയും ഒരു വൃത്തിയും ഇല്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടേബിൾ കഴിയുന്നത്ര വൃത്തിയും ചിട്ടയുമായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഓരോ സാധനത്തിനും അതിൻ്റെതായ സ്ഥാനം നൽകുക. ആവശ്യമില്ലാത്ത പേപ്പറുകളും മറ്റ് വസ്തുക്കളും മാറ്റിവെക്കുക. ഒരു വൃത്തിയുള്ള ടേബിൾ ശുദ്ധമായ മനസ്സും വ്യക്തമായ ചിന്തകളും നൽകും. ഇത് നല്ല ഊർജത്തെ ആകർഷിക്കുകയും ജീവിതത്തിൽ തുറന്ന സമീപനം നൽകുകയും ചെയ്യും. ഒരു വൃത്തിയുള്ള ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജവും പ്രചോദനവും ലഭിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും സന്തോഷവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുമ്പോൾ കസേരയിൽ പിന്നോട്ട് ചാരിയിരുന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. ഒരുപാട് സമയം അങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല. നിങ്ങളുടെ ജോലിയുടെ പ്രൊഡക്ടിവിറ്റിക്കും അത് നല്ലതല്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യുമ്പോൾ വെറുതെ ചാരിയിരുന്ന് സമയം കളയുന്നത് ആരും ഇഷ്ടപ്പെടില്ല, അല്ലേ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. അതൊരിക്കലും പുറകിലോട്ട് ചാരിയിരുന്നോ മുന്നോട്ട് ആഞ്ഞിട്ടോ ആകരുത്. നിങ്ങൾ എപ്പോഴും നേരെ നിവർന്നിരിക്കണം. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ പുറകിൽ വെക്കുന്ന ഒരു കുഷ്യൻ. ഇത് വെറും ഒരു കുഷ്യൻ അല്ല, ഇതൊരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ്. നിങ്ങൾ ഒരു മല കയറുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പുറകിൽ നിന്ന് തള്ളി നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് എത്ര റിലാക്സ്ഡ് ആയിട്ട് തോന്നും? മുന്നോട്ട് പോകാൻ ഒരു ബൂസ്റ്റ് കിട്ടില്ലേ? അതുപോലെയാണ് ഈ കുഷ്യനും. ഇത് നിങ്ങളുടെ ശരീരത്തിന് സപ്പോർട്ട് നൽകും. കൂടാതെ നിങ്ങൾക്ക് മാനസികമായ ഒരു സപ്പോർട്ട് കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, ഉറപ്പാണ്. അതിലൊന്നാമത്തേത്, നിങ്ങളുടെ ഓഫീസ് ടേബിളിൽ പ്രത്യേകിച്ച് ഒരു ബാംബു പ്ലാന്റ് വെക്കുക. അതിൻ്റെ വലിപ്പം പ്രശ്നമല്ല, 2-3 തണ്ടുകളായാലും മതി. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്തും ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടുവരും. ഇനി രണ്ടാമത്തേത്, നിങ്ങളുടെ ടേബിളിൽ പരമാവധി സാധനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ ശ്രമിക്കുക.
അത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കൂടുതൽ ഉപയോഗിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഇരുഭാഗത്തെയും ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഇനി മൂന്നാമത്തേത്, മൂർച്ചയുള്ള വസ്തുക്കൾ എപ്പോഴും താഴേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇത് സുരക്ഷിതത്വവും നല്ലൊരു അന്തരീക്ഷവും സൃഷ്ടിക്കും. ഇനി നാലാമത്തേത്, നിങ്ങളുടെ ടേബിളിൽ അലങ്കോലങ്ങൾ ഒഴിവാക്കുക. വൃത്തിയുള്ള മേശ ശുദ്ധമായ മനസ്സിൻ്റെയും വ്യക്തമായ ചിന്തകളുടെയും പ്രതീകമാണ്. ഇനി അഞ്ചാമത്തേത്, ചാർജ് ചെയ്ത ഗാഡ്ജറ്റുകൾ എപ്പോഴും ചാർജറിൽ ഘടിപ്പിച്ച് വെക്കുന്നത് ഒഴിവാക്കുക. ഇത് പോസിറ്റീവ് ഊർജത്തെ നിലനിർത്താൻ സഹായിക്കും. ഇനി ആറാമത്തേത്, ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ പുറകിൽ ഒരു സപ്പോർട്ടായിട്ട് ഒരു കുഷ്യൻ വെക്കുക. ഇത് നിങ്ങളെ എപ്പോഴും നിവർന്നിരിക്കാനും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനും സഹായിക്കും. നിങ്ങൾക്ക് എന്നും ഒരു താങ്ങും പിന്തുണയും നൽകാൻ ഇത് സഹായിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ തൊഴിലിടം നിങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകും. ഇത് നിങ്ങളുടെ ജോലിയെയും ജീവിതത്തെയും കൂടുതൽ സന്തോഷകരവും വിജയകരവുമാക്കാൻ സഹായിക്കും. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.